മൂന്നാം നരേന്ദ്ര ഭാരതത്തിനായി ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്നു. വൈകിട്ട് 7:15 രാഷ്ട്രപതി ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രത്തലവന്മാരും ചടങ്ങിൽ പങ്കെടുക്കും. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാജ്യതലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, സുരേഷ് ഗോപി ഉൾപ്പെടെ നിരവധി പേരുടെ പേരും ഈ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്കുള്ള നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതിരാ ഇനി നരേന്ദ്രഭാരതം, മൂന്നാം നരേന്ദ്ര ഭാരതത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. 4 മണിക്കൂർ മാത്രമാണ് ഇനി സത്യപ്രതിജ്ഞയ്ക്ക് അവശേഷിക്കുന്നത്. വൈകിട്ട് 7:15 പ്രത്യേകം രാഷ്ട്രപതി ഭവനിൽ പ്രത്യേകമായി തയ്യാറാക്കിയ പന്തലിൽ അവിടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. അദ്ദേഹത്തിനൊപ്പം ഇന്ന് സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുന്നത് ഏതാണ്ട് 30 ക്യാബിനറ്റ് മന്ത്രിമാർ കൂടി ഇന്ന് ഈ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അതിൽ കേരളത്തിൽ നിന്നും എത്ര പേരെന്നുള്ളത് വളരെ ആകാംക്ഷപൂർവ്വം ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. സുരേഷ് ഗോപിയുടെ പേര് പല ഘട്ടങ്ങളിലും ഉയർന്നു കേട്ടെങ്കിലും ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പേര് പിന്നോട്ട് പോയിട്ട് അവിടെ ജോർജ് കുര്യൻ്റെ പേരാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. ജോർജ് കുര്യന് ക്യാബിനറ്റ് റാങ്കോടുകൂടി ഇപ്പോൾ ഈ 2024 18ാം ലോക്സഭയിൽ അദ്ദേഹം ഒരു മന്ത്രിയാകുമെന്നുള്ള വിവരങ്ങളും സൂചനകളുമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്നത്. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് വിളിച്ച പ്രത്യേക യോഗത്തിൽ BJPയുടെ നേതൃയോഗത്തിൽ അല്ലെങ്കിൽ എംപിമാരുടെയും പ്രധാനപ്പെട്ട നേതാക്കളുടെ യോഗത്തിൽ ജോർജ് കുര്യൻ പങ്കെടുത്തിരുന്നു. സ്വാഭാവികമായും നിയുക്ത കേന്ദ്രമന്ത്രിമാരെയാണ് ആ യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നത്. അതിനാൽ തന്നെ ആ ഒരു യോഗത്തിൽ ഇന്നിപ്പോൾ ജോർജ് കുര്യനും പങ്കെടുത്ത ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായും വീണ്ടും പേരുകൾ ജോർജ് കുര്യനിലേക്ക് ഒതുങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ച് സുരേഷ് ഗോപി ഇപ്പോൾ കുടുംബസമേതം അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് 2:30-3 മണിയോടുകൂടി തന്നെ അദ്ദേഹം ഡൽഹിയിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം തുടർ നീക്കങ്ങൾ എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും നേരത്തെ തന്നെ സുരേഷ് ഗോപിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമായത് പ്രധാനമന്ത്രി തന്നെയാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. അതിനാലാണ് അദ്ദേഹം കുടുംബസമേതം എത്തുന്നത്. മാത്രമല്ല പ്രധാനമന്ത്രി എന്ത് നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു അത് താൻ സ്വീകരിക്കുമെന്നാണ് നേരത്തെ സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. അതായത് പ്രധാനമന്ത്രി ഏതെങ്കിലും മന്ത്രിപദം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടാൽ സുരേഷ് ഗോപി അത് ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതേസമയം തന്നെ നിലവിൽ ഏതാണ്ട് 4 സിനിമയോളം ചെയ്യുവാൻ വേണ്ടി സുരേഷ് ഗോപി ധാരണയിലെത്തിയിട്ടുണ്ട്. ഈ സിനിമകളുടെ ചർച്ചകളും മറ്റും പുരോഗമിക്കുകയാണ്. സ്വാഭാവികമായും ഒരു ക്യാബിനറ്റ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റാൽ പിന്നെ അതിൽ ഇടയ്ക്ക് ഇടവേള ഉണ്ടാകുന്നത് അത് ശരിയായ നടപടികളാകില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം തനിക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന തിരക്കുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ധാരണ സുരേഷ് ഗോപി ഇതിനോടകം തന്നെ കേന്ദ്ര നേതൃത്വത്തെയും പ്രധാനമന്ത്രിയെയും ധരിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഒരുപക്ഷെ കേരളത്തിൽ നിന്നും ഉണ്ടാകാൻ പോകുന്ന ഒരു കേന്ദ്രമന്ത്രി അത് സുരേഷ് ഗോപി ആണോ എന്നുള്ള കാര്യം സംശയമായി തന്നെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മന്ത്രിമാരുണ്ടോ എന്നുള്ളതും അഭ്യൂഹങ്ങളായി തന്നെ നിലനിൽക്കുകയാണ്. ഏതായാലും ഇത് സംബന്ധിച്ച ഒരു അന്തിമ പേരുകൾ പുറത്തേക്ക് പറയണമെങ്കിൽ അല്ലെങ്കിൽ യഥാർത്ഥ പേരുകൾ അത് കൃത്യമായി കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ BJPയുടെ നേതൃത്വം നൽകിയാൽ മാത്രമേ യഥാർത്ഥ പേരുകൾ ആരൊക്കെ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടാകൂ. നേരത്തെ കേരളത്തിൽ നിന്നും പല പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. ഏതാണ്ട് 10ലധികം പേരുകൾ കേരളത്തിൽ നിന്നും ഉയർന്നു കേട്ടിരുന്നു. പ്രധാനമായും K. സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ, അതേപോലെ തന്നെ മറ്റ് പേരുകളൊക്കെ തന്നെ ഇതിനോടകം കൂട്ടിവായിക്കാൻ കഴിയുന്ന പേരുകളാണ്. ഏതായാലും ആർക്കൊക്കെയാണ് നിരക്ക് വീഴുക എന്നത് സംബന്ധിച്ചുള്ള ഇതുവരെയായിട്ടും ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തുവാൻ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ BJPയുടെ മുതിർന്ന നേതാക്കൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം 2014-ലും 2019-ലുമൊക്കെ തന്നെ ഈ മന്ത്രിമാരുടെ പട്ടിക പുറത്തിറക്കിയപ്പോൾ വളരെ അതിശയം നിറയുന്നതായിരുന്നു ആ പട്ടിക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് അന്ന് 2014-ലും 2019-ലും ഒക്കെ സംഘടനാ ചുമതലയിൽ പൂർണ്ണസമയം ഉണ്ടാകുമെന്ന് കരുതിയവർ കേന്ദ്രമന്ത്രിമാരാകുന്ന കാഴ്ചയായിരുന്നു കാണാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരാകുമെന്ന് കരുതിയവർ സംഘടനാ ചുമതലയിലേക്കും വഴിമാറുന്ന കാഴ്ചയായിരുന്നു കണ്ടിരുന്നത്. സ്വാഭാവികമായും 2024-ലേക്ക് വരുമ്പോൾ അത്തരം സർപ്രൈസ് നിറഞ്ഞ പട്ടിക തന്നെയാകും ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനാൽ തന്നെയാണ് ഈ സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യൻ്റെയും കാര്യത്തിലൊന്നും ഒരു അന്തിമ പേരിലേക്ക് എത്താൻ നമുക്ക് കഴിയാത്തതും ആ ഒരു സർപ്രൈസ് നിലനിൽക്കുന്നതുകൊണ്ടാണ്. കാര്യം നമുക്കറിയാം 2014 പരിശോധിക്കുമ്പോൾ അന്ന് കണ്ണന്താനം മന്ത്രിയാകുന്നത് വളരെ അപ്രതീക്ഷിതമായിരുന്നു നീക്കങ്ങൾ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് അത് കണ്ണന്താനത്തിൻ്റെ ഭാര്യ തന്നെ ഇത് വിവരിച്ചതായിരുന്നു. പെട്ടെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഫോൺ വരുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് ഡൽഹിയിലേക്ക് എത്തുകയും അവിടെ എത്തുമ്പോഴാണ് ഇത് ചുമതല ഏറ്റെടുക്കണമെന്നുള്ള വിവരങ്ങൾ അറിയുന്നതെന്നുമായിരുന്നു അന്ന് കണ്ണന്താനത്തിൻ്റെ ഭാര്യയെ വ്യക്തമാക്കിയത്. മാത്രമല്ല രാജ്യസഭയിൽ MP ആയിരിക്കെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയ V. മുരളീധരൻ അദ്ദേഹത്തിൻ്റെ കടന്നുവരവും വളരെ പെട്ടെന്നായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്തൊരു നീക്കമായിരുന്നു അവിടെയും നടന്നത്. സ്വാഭാവികമായും അത്തരം നീക്കങ്ങൾ ഈ 2024-ലും ഉണ്ടാകുമോ
എന്നുള്ളത് തന്നെയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും ഇന്ന് 30 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ കേരളത്തിൽ നിന്നും ആരൊക്കെ ഉണ്ടാകുമെന്നുള്ളത് സർപ്രൈസായി തുടരുന്നു. ഒപ്പം ഏതാണ്ട് 70 മുതൽ 80 മന്ത്രിമാർ വരെയാകും ഉണ്ടാകുക. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തായിരിക്കും ഒരുപക്ഷെ കൂടുതൽ പേർ മന്ത്രിസഭയുടെ ഭാഗമാകുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം തന്നെ സഖ്യകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ പൂർണ്ണമായും പൂർത്തീകരിച്ചു. അതേപോലെ തന്നെ ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ നൽകണമെന്നുള്ള കാര്യത്തിലും അന്തിമ തീരുമാനത്തിലേക്ക് കടന്നു. അതും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല, ആരൊക്കെയാണ് മന്ത്രിമാരെന്ന് സംബന്ധിച്ചിട്ടുള്ളത്. അതേസമയം TDPക്കും JDUവിനും കൃത്യമായ അർഹമായ പരിഗണന ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. TDP ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയിൽ നിന്നും ഇതിനോടകം തന്നെ റാം മോഹൻ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. റാം മോഹനെ കൂടാതെ കൂടുതൽ മന്ത്രിമാരുണ്ടാകുമെന്നുള്ള സൂചനകളും ലഭ്യമാകുന്നുണ്ട്. TDPക്ക് മുഴുവൻ 4 മന്ത്രിപദം, അതിൽ 3 ക്യാബിനറ്റ് പദവിയും 1 സഹമന്ത്രിസ്ഥാനം എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. JDUവിന് 3 മന്ത്രിപദവും അതിൽ 2 ക്യാബിനറ്റും 1 സഹമന്ത്രിസ്ഥാനവും എന്നുള്ളതാണ് ലഭ്യമാകുന്നത്. അങ്ങനെ അഭ്യൂഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കൊക്കെ നിറക്ക് വീഴും, ആരാണ് കേന്ദ്രമന്ത്രിസ്ഥാനത്തേക്ക് എത്തുക, ആരാണ് ഇനിയും ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്കൊപ്പം നയിക്കുവാൻ കൂട്ടത്തിൽ ചേരുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനിയും വരും മണിക്കൂറുകളിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകളുടെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ലോക രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള നേതാക്കൾ ഇതിനോടകം തന്നെ രാജ്യ തലസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. മൗറീഷ്യസ് പ്രധാനമന്ത്രി ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു. അതേപോലെ തന്നെ മാലിദ്വീപ്, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള രാഷ്ട്രത്തലവന്മാർ ഇതിനോടകം തന്നെ രാജ്യ തലസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. സ്വാഭാവികമായും വലിയ സുരക്ഷാ ക്രമീകരണത്തിലൂടെയാണ് രാജ്യ തലസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ത്രിതല സുരക്ഷാ സംവിധാനം. ആദ്യഘട്ടത്തിൽ ഡൽഹി പോലീസിൻ്റെ സുരക്ഷ, രണ്ടാമത് ഈ ചടങ്ങ് നടക്കുന്ന രാഷ്ട്രപതി ഭവനിൽ അത് സേനാ വിഭാഗത്തിൻ്റെ പ്രത്യേക സുരക്ഷാ സംവിധാനത്തിലാണ് ഈ രാഷ്ട്രപതി ഭവൻ ഉള്ളത്. ഒപ്പം തന്നെ ഭാരതത്തിൻ്റെ വിവിധ സൈനിക വിഭാഗങ്ങളുടെ കമാൻഡോ ഫോഴ്സുകളും പാരാമിലിറ്ററിയുടെ കമാൻഡോ ഫോഴ്സുകളും രാജ്യ തലസ്ഥാനത്ത് സുരക്ഷ ഒരുക്കിക്കൊണ്ട് രംഗത്തുണ്ട്. ഈ ചടങ്ങിലേക്ക് നിരവധി വിശിഷ്ടാതിഥികൾക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. അതിൽ വിവിധ തലങ്ങളിലുള്ള ജനങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. കഴിഞ്ഞ 2014-ലും 2016-ലും അത് കണ്ടതാണ്. സ്വാഭാവികമായും 2024-ലും അത്തരം വിശിഷ്ടാതിഥികളായിട്ട് പല രാജ്യത്തിൻ്റെ പല കോണുകളിൽ നിന്നും വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനം ഈ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും ഒക്കെ തന്നെ ശുചീകരണ തൊഴിലാളികളെ ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കൂടാതെ ഉത്തരാഖണ്ഡിലെ ടണൽ നിർമ്മാണത്തിനിടെ കുടുങ്ങിയ 40ഓളം തൊഴിലാളികളുണ്ട്, അവർക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചതിന് ചുക്കാൻ പിടിച്ച തൊഴിലാളികളെ ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. വനവാസികളെ ക്ഷണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ തൊഴിലെടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയും ഇന്ന് ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഇനി ഏതാണ്ട് 4 മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ആ 4 മണിക്കൂറുകൾ കഴിയുമ്പോൾ 3ാം നരേന്ദ്ര ഭാരതത്തിൻ്റെ പിറവിയാണ്. രാജ്യം മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിക്കുന്നു. വികസനത്തിൻ്റെ ഒരു 5 വർഷത്തെ തേരോട്ടം ഇന്ന് 7:15 രാഷ്ട്രപതി ഭവനിൽ നിന്നും ആരംഭിക്കുന്നു. ആതിര.